നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ടൊവിനോ അല്ല, വേറൊരു മുഖം നമ്മൾ കണ്ടതാ. മുതലാളി സ്ട്രിക്റ്റ് ആണ്. ഡെയിലി ഒരു ചായ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ഷൂട്ട് ചെയ്യാത്ത, ഇവൻ എന്താ വെറുതെ ഇരിക്കുന്നത്? ഒരു മുതലാളി പ്രമാണി ഇടാൻ വല്ല പേരുണ്ടെങ്കിൽ നമ്മളെ പ്രൊമോഷൻ എഴുതിയിട്ട് അയാളെ നേപ്പാളിൽ പോയിട്ട് പാരച്യൂട്ടിൽ കറങ്ങുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമരീശ്വരി അല്ലെങ്കിൽ അമരീശ്വരിയോ? അയാൾ ആരെന്നറിയോ? ചതിച്ചതാണല്ലേ. ബോളിവുഡ് ഏതാ ഭാഷ എന്ന് ചോദിച്ചാൽ ആദ്യം ഹിന്ദി. ഒരു ഹിന്ദി നടന്റെ പേര് പറഞ്ഞു തന്നെ. പാവപ്പെട്ട ബസ് ഡ്രൈവർ. കൺവിൻസ് ചെയ്യല്ലേ? മമ്മൂക്ക പറഞ്ഞ് അങ്ങനെ റിവീൽ ചെയ്യിക്കാം. മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ പോയി പറയല്ലേ, മമ്മൂക്ക ഒന്ന് പറയണേ. ബേസിലിക്ക, ഒരൊറ്റ ബേസിലിക്ക. എന്നെ തല്ലണ്ട ഞാനിപ്പോ വരാവേ. നിങ്ങൾ ഗെയിം കളിച്ചിരിക്കില്ല. ശരിക്കും പോയിട്ട് മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ? അടിപൊളിയാണ്, ആകെ വൻ അടിപൊളിയാണ്. ഞങ്ങൾ പോയി അത്രയും പേരും ഇറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര ഫാനായിട്ട് ഇറങ്ങി വന്നു. ഞാൻ ഈ സ്കൂളിന് തീ വെക്കും അല്ലെങ്കിൽ സ്കൂൾ കത്തിക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങള് പഠിപ്പിച്ചത് സെന്റ് മേരീസ് റെസിഡൻഷ്യൽ. പഠിത്തം മാത്രമേ. എന്തോ പഠിത്തം? ബികോം ഫസ്റ്റ് ക്ലാസ്. പെട്ടെന്ന് അതേ ഓർമ്മ വന്നുള്ളൂ എനിക്ക്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മരണമാസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പൊ ആരാണ് ഇതില് മരണമാസ്? എല്ലാരും മരണമാസ് ആണ്. അതെ, എല്ലാവരുടെയും കൂടെ സിനിമ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇത്രയും പേരുടെ ഇതും പിന്നെ ഇതെല്ലാം ഒരു സിനിമയാണ്. നല്ല സുരേഷ് ഇച്ചിരി കൂടെ കൂടുതൽ മാസാണോ ഇതിനകത്ത്? അതെ അതെ. പാവപ്പെട്ട ബസ് ഡ്രൈവർ. കൺവിൻസ് ചെയ്യല്ലേ? അതിലെന്തോ ഒന്നുണ്ട്. മനസ്സിലൂടെ പാട്ടുകളൊക്കെ കേൾക്കുന്നു, പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പോലെ. ഇല്ല, ഇതിൽ ശരിക്കും പാവപ്പെട്ട ക്യാരക്ടർ തന്നെ. പാവപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. പാവപ്പെട്ട കണ്ടാൽ തന്നെ ഒരു പാവപ്പെട്ട ആളല്ല ഞാൻ. ഞങ്ങള് പോസ്റ്റർ സൂക്ഷിച്ച് നോക്കിയപ്പോഴും അടിയിൽ ആരോ തല്ലിക്കൊന്നിട്ടേക്കുന്ന കണ്ടത്. അതെ, മൈൻഡ് ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ, ശല്യം ചെയ്യില്ല, അവിടെ കിടന്നോട്ടെ. ഈ എന്താ മരണമാസും പഴവും തമ്മിൽ എന്താ ബന്ധം? മരണമാസം എഴുതിയിരിക്കുന്ന പഴത്തിന്റെ മുകളിലാണ്. പഴം ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. ഓ, പഴത്തിനൊരു പ്രോമിനൻസ് ഉണ്ട് മൊത്തത്തിൽ ഇതിന്റെ. അതും ഒരു മരണവും ഒക്കെ ആയിട്ട് കുറെ പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് മരണമാസം പഴത്തിൽ എഴുതിയേക്കുന്നത്. അതിന്റെ ഡിസൈനറിന്റെ ബുദ്ധിയാണത്. ബ്രില്യൻസ് കാണിച്ചതാണ് രവിശങ്കർ സർക്കാസനം. അങ്ങനെ ആ ഒരു ലെവലിൽ പോയത്. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നോ? സ്ട്രിക്റ്റ് ആവാൻ നോക്കി കൊറേയൊക്കെ, പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ജ്യൂസ് ഒന്നും തരില്ലായിരുന്നു. അതെ, പേയ്മെന്റ് എല്ലാം കിട്ടിയോ ഫുള്ള്? ഇല്ല, ഇനിയും കമന്റ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സുരേഷ് ഏട്ടൻ അതൊക്കെ വാങ്ങിച്ചെടുത്ത് എല്ലാം ഡീൽ ചെയ്തേക്കാം. ബാക്കി ഒത്തിരി ഉണ്ട്. സുരേഷ് ഏട്ടന്റെ അക്കൗണ്ടിൽ പോയോന്നറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഇരിക്കുന്നു. ഇല്ല, പൈസയൊക്കെ തരാനുണ്ട്. അക്കാര്യത്തിലൊക്കെ ഇച്ചിരി മടിയാണ്. ടൈറ്റ് ആണ്. സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ലൊക്കേഷനിലാണെങ്കിലും ഗ്രീൻ ടീ ആണോ ചോദിക്കാൻ പാടില്ല. ഡെയിലി ഒരു ചായ, ഒരു ചായ അത് വൈകുന്നേരം വരെ കുടിച്ചു തീർക്കണം. രാവിലെ വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര. അതെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ഷൂട്ട് ചെയ്യാത്ത, എന്താ ഇവൻ എന്താ വെറുതെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ്. മഴയൊക്കെ പെയ്യുന്നതിന് വരെ ഞങ്ങളെ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ടൊവിനോ അല്ല, വേറൊരു മുഖം നമ്മൾ കണ്ടതാ. ഒരു മോണോപോളി അല്ലേ അതിന്റെ? മോണോപോളി, മുതലാളി. പഴയ കാലഘട്ടത്തിലൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു മുതലാളി ജന്മിത്തോ മാടമ്പി പ്രമാണി. ഇടാൻ വല്ല പേരുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇട്ടോ. എന്തായാലും പറയാനാണ് ഇപ്പൊ പറയാം. എന്ത് മനുഷ്യരാ, ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാളെ വട്ടത്തിലിരുന്ന് കുറ്റം പറയുന്നു. ഞങ്ങളല്ലല്ലോ ചോദിച്ചത്, വേറെ ഒന്നും. ഞാനെന്ന് സ്ട്രിക്റ്റ് ആണോന്ന് ചോദിച്ചതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്നല്ലേ ചോദിച്ചത്. അതിന് നീ എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? ഞാനല്ല പറഞ്ഞത്, അനീഷ്മയാ പറഞ്ഞത്. മാടമ്പി ഞാൻ പറഞ്ഞു. അതാകുമ്പോ ഓക്കെ. ടൊവിനോ എന്തെങ്കിലും
നമ്മളെ പ്രൊമോഷൻ ഇരുത്തിയിട്ട് അയാളെ നേപ്പാളിൽ പോയിട്ട് പാരച്യൂട്ടിൽ കറങ്ങുക, അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ കൊണ്ടുപോകാൻ പിന്നെ തീർച്ചയായും നമ്മളെ കൊണ്ട് ജോലിയൊക്കെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങള് ഇത്രയധികം രാത്രി നമുക്ക് shoot ചെയ്ത കൊച്ചിയും പടം വൈറ്റിലെയും ഉണ്ടായിരുന്നില്ല. പുള്ളിക്ക് നേപ്പാളില് നമുക്ക് എന്തുകൊണ്ട് പ്രൊമോഷൻ നേപ്പാളിലായിക്കൂടായിരുന്നു? ചെയ്യാമായിരുന്നു. അതെ അയാൾ ആലോചിക്കേണ്ട കേസാണ്. അതെ നേപ്പാളിലല്ലോ പടം ഇറങ്ങുന്നത്. പിന്നെ ചോദ്യത്തിന് മാറ്റമൊന്നുമില്ലല്ലോ, ഇവിടാന്നല്ലോ ഇവിടാന്നല്ലോ ഒറ്റ ശരിയാ. അപ്പോ നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോയാലോ ആദ്യം തന്നെ? ഓക്കെ. ഓക്കെ, അപ്പോ സെഗ്മെന്റ് ഫസ്റ്റ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോവാം. മരണമാസിന് ഒരു തീം സോങ് ഉണ്ടെങ്കിൽ അത് പാടാൻ ഈ കൂട്ടത്തിൽ മീൻസ് നമ്മുടെ ക്യാരക്ടേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ നിങ്ങൾ 5 പേരും ക്യാരക്ടേഴ്സാ. അത് പാടാൻ യോഗ്യതയുള്ളത് ഈ കൂട്ടത്തിലെ ഏത് ക്യാരക്ടറിനായിരിക്കും? എനിക്ക് എന്തായാലും ഇല്ല. ബേസിലിക്ക. ചോദ്യം കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. മരണമാസിനെ ഒരു തീം സോങ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ മിന്നൽ മുരളിയിലൊക്കെ ഉണ്ടല്ലോ മറ്റേ, അതേപോലെ ഒരു തീം സോങ് ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ അത് പാടാനായിട്ടുള്ള ഒരു യോഗ്യതയുള്ള ആർക്കായിരിക്കും? പുള്ളി നേപ്പാളിലാണ്. അത് പ്രൊഡ്യൂസർക്കാ. അത് ഏത് പാട്ടായിരിക്കും? എന്നെ തല്ലണ്ട ജീവിതം ഞാൻ അതിൽ കൊലമാസ്. അപ്പൊ അത് പ്രൊഡ്യൂസർക്കാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ആരും ഇല്ല അത് പാടാനായിട്ട് യോഗ്യതയുള്ള. അതെ, നമ്മള് ക്ലാസിക്കലായിട്ട് ഇത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഓക്കെ, മരണമാസ് ആക്ടേഴ്സ് അല്ല, നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ, ഓരോ ക്യാരക്ടേഴ്സിനെ ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആദ്യം എവിക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് ഈ കൂട്ടത്തിൽ ആരുടെ ക്യാരക്ടറിനായിരിക്കും? അതുപോലെ തന്നെ എന്തൊക്കെ വന്നാലും അവസാനം വരെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ കൂട്ടത്തിൽ ആർക്കായിരിക്കും? രണ്ടാമത്തെ ആൻസർ സിജു. അവനറിയാം, പിടിച്ചിക്കാറേ എങ്ങനെ വേണാലും 4 കാലില്. എനിക്കറിയത്തില്ല, ഇവരങ്ങനൊക്കെയാ പറയുന്നത്. ഇത് ഏതാണ്ട് ഞങ്ങളുടെ സിനിമ ഒരു ബിഗ് ബോസ് പോലെയാ. വന്ന് പെട്ടതല്ല. വനത്തലിന്റെ പെട്ടു. അതെ ആ ബസ് അങ്ങനത്തെയാ. സുരേഷ് ചേട്ടനായിരിക്കും ആദ്യം പുറത്താവുന്നത്. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ബിഗ് ബോസിനെ കൺവിൻസ് ചെയ്യും. ബിഗ് ബോസ് പ്ലീസ് എന്നെ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വരാൻ ഒറ്റ പോക്കായിരിക്കും. ഞാൻ ഇപ്പൊ വരാവേ. നിങ്ങൾ ഗെയിം കളിച്ചിരിക്കും, ഞാനൊന്നിപ്പോ പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് സിച്ചേട്ടനാണ്. ഫസ്റ്റ് ഡേ ഔട്ട് ആവും. ഞാൻ ഫസ്റ്റ് തന്നെ പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു പണി കൊടുത്തിട്ട് ആദ്യം മുങ്ങുന്നതാണോ? അതല്ലേ നിങ്ങൾ ബാക്കി നോക്കിക്കോ, ഞാനിപ്പോ വരാം. ശരിക്കും സുരേഷ് ചേട്ടൻ ഇപ്പം ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും സത്യമാണോ അതോ കള്ളമാണോ? അങ്ങനെ ഇല്ല, സുരേഷ് ചേട്ടൻ ജീവിതത്തിൽ ഭയങ്കര കൺവിൻസിങ് ആണ്. ബേസിക്കലി കൺവിൻസിങ് സ്റ്റാർ തന്നെയാ. നമ്മളെ പോയി പെടുത്തും എന്തെങ്കിലുമൊക്കെ പരിപാടി. ചേട്ടാ, സുരേഷ് ചേട്ടൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സെറ്റിൽ വെച്ചിട്ട് നിങ്ങളെയൊക്കെ കൺവിൻസ് ചെയ്ത് പറ്റിച്ചുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഓർത്തെടുത്ത് പറയാൻ അവിടെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും. അതാണ്. എന്നാലും ചേട്ടന്റെ ഏറ്റവും വലിയ കൺവിൻസിങ് മനസ്സിലിരിക്കുന്ന ഏതായിരിക്കും? ഞങ്ങളൊക്കെ നല്ല പെർഫോമേഴ്സ് ആണെന്നൊക്കെ പറയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതാണല്ലോ. അനുഷ്മേനെ ചെയ്തിട്ടുണ്ടോ, കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? ചെയ്യുമ്പോ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മൾ പെട്ടെന്ന് കൺവിൻസ് ആവും. അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് അല്ലേ? ചെയ്ത പോലെയൊക്കെയാണ്. നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ടോ? കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മരണമാസ് ടീം ഒരു WWE സ്റ്റൈൽ ഒരു റെസ്ലിംഗ് മാച്ച് വെച്ചാൽ ഇതിലെ അൾട്ടിമേറ്റ് ചാമ്പ്യൻ ആരായിരിക്കും? ബേസിലായിരിക്കും. കാരണം ഇത്രയും സിനിമകളിൽ ഇത്രയും തല്ലുകൊണ്ടിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തല്ലു കൊടുക്കാനും. ഇത് റെസ്ലിംഗ് ആണ്. അതിനിപ്പോ എന്താ, നിങ്ങൾക്ക് ഈ ആരോഗ്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. മേ ബി അനീഷ്മയ്ക്ക് ആയിരിക്കാം അവാർഡ്. ചാമ്പ്യൻ ആവാൻ പറ്റും. ഈ പടത്തിന് വേണ്ടി ചെറുതായിട്ട് കുറച്ചു. അനുഷ്മയുടെ കയ്യിൽ നിന്ന് ആർക്കൊക്കെ കിട്ടി? എത്ര രൂപ കിട്ടി? ആർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടൊന്നുമില്ല. അതിനുള്ള അവസരം ഞങ്ങൾ കൊടുത്തില്ല. ഫൈറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. കാണുന്ന പോലല്ല, നല്ല എനിക്കൊരു ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അനീഷ്മ ഇതിന് വേണ്ടിട്ട് കുറെ പഠിച്ചു അല്ലേ? എത്ര മാസം പഠിച്ചു? ഇല്ല, 1 മാസം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കളരി മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പടത്തിലേക്ക് വന്നപ്പോ ഇങ്ങനെ ബോക്സിംഗ് ചെറുതായിട്ടൊന്ന് ട്രെയിൻ ചെയ്തോന്ന് പറഞ്ഞു ശിവൻ ചേട്ടൻ. അങ്ങനെ ഇതിന് വേണ്ടിട്ടൊരു 1 മന്ത് കളരി പഠിച്ചിട്ടുണ്ടോ? അതും പഠിക്കണമെന്ന്
ഇത് മൊത്തത്തിലൊരു എന്താ പറയാ ഫൈറ്റും എല്ലാം നമുക്കിത് ഏതൊരു ജേണലിൽ കൂട്ടാൻ പറ്റും? അത് കണ്ടു കഴിയുമ്പോ ഒരു ജനറൽ അങ്ങ് പെടുത്തിക്കും ഫണ്ണ്. ഫൺ, Dark comedy ഉണ്ട്. കോമഡി. അത് മാത്രമല്ല ഒരു സ്പൂഫ് സ്വഭാവം ഉണ്ട് മൊത്തത്തിൽ. സാർക്കാസ്റ്റിക് ആയിട്ടുള്ള സർക്കാസം. നമ്മൾ ടീസറിൽ ട്രെയിലർ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. അതുപോലെയൊക്കെ തന്നെ ആ ഒരു മൂഡാണ്. കുറച്ച് അങ്ങനത്തെ ചെറിയ ട്രോൾ ഒരു സ്വഭാവം ഉണ്ട്. സിജു ആണല്ലോ എഴുതിയത്. ഫേസിലേറ്റർ ആണല്ലോ അഭിനയിച്ചേക്കുന്നത്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടാണല്ലോ. ഞാനൊന്ന് അങ്ങോട്ട് തരും, എനിക്ക് തിരിച്ചു കൊടുത്തു വാങ്ങിയ കൊടുക്കൽ വാങ്ങൽ ബന്ധം. നല്ല സ്നേഹമല്ലേ പിന്നെ രണ്ടുപേരും? ബേസിലിക്ക, ഇക്ക. ഒരൊറ്റ ബേസിലിക്ക. ഓക്കെ, അടുത്തത് മരണമാസിന് ഒരു ബോളിവുഡ് റീമേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ ആരൊക്കെ ആയിരിക്കും ചെയ്യുക? സ്വന്തം ക്യാരക്ടർ ആർക്ക് കൊടുക്കാൻ പറ്റും? ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദി അല്ലേ? അതെ അതെ. എന്റെ ആലിയ ഭട്ട്. ആലിയ ഭട്ട്. എനിക്ക് തോന്നി ആലിയ ഭട്ട് എന്നായിരിക്കും പറയാൻ വരുന്നത്. അല്ല, പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷാരൂഖ് ഖാൻ ചെയ്തോട്ടെ. ചെയ്തോട്ടെ. അതെ, ഷാരൂഖ് ഖാൻ ചെയ്തോട്ടെ, ചെയ്തോട്ടെ. അതെ, സുരേഷ് എന്റെ മിക്കവാറും അക്ഷയ് കുമാറല്ലോ ആയിരിക്കും. ആ ഒരു വൈബ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. എന്റേത് ആരായിരിക്കും? ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാൻ ഓൾറെഡി എടുത്തു. ഷാഹിദ് കപൂർ. രൺവീർ സിംഗ്. ഷാഹിദ് കപൂർ. രൺവീർ സിംഗ് ആയിക്കോട്ടെ. രൺവീർ സിംഗ് ആകുമ്പോ ഇങ്ങനെ കുറച്ച് മേക്ക് ഓവറും മുടിയൊക്കെ കളറിങ്ങും പരിപാടിക്കും ഒക്കെ നിൽക്കും. അമരീശ്വരി. ഓ, അല്ലെങ്കിൽ ഞാൻ തന്നെ. അമരീശ്വരിയോ? അതെയാ. അയാൾ ആരെന്നറിയോ? ഉദ്ദേശിച്ചോ? ഞാൻ തന്നെ ഹിന്ദി പഠിച്ച് ചെയ്തോളാം. ഞാൻ തന്നെ ഹിന്ദി പഠിച്ച് ചെയ്തോളാം. അങ്ങ് പറയാ. ചതിച്ചതാണല്ലേ? പറഞ്ഞതേനോ? നിനക്ക് ആളെ പിടി കിട്ടിയാ? ആരാ? അമരീശ്വരി ആരാ? ഹിന്ദിയുടെ. അയക്കിപ്പോ എന്ത് പ്രായം ഉണ്ടെന്നറിയോ നിനക്ക്? ബോളിവുഡ് ഏതാ ഭാഷ എന്ന് ചോദിച്ചാ ആദ്യം ഹിന്ദി. ഒരു ഹിന്ദി നടന്റെ പേര് പറഞ്ഞു തന്നേന്ന്. ഞാൻ തന്നെ ചെയ്തോളാം. എനിക്കിത് കാണുമ്പോ ഈ പണ്ടൊക്കെ നമ്മള് സ്കൂളില് ടീച്ചേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ അടുത്തിരുന്ന് ഇങ്ങനെ തെറ്റിച്ച് ആൻസർ പറഞ്ഞിരുന്നത്. ഇത് സ്ഥിരം പരിപാടിയായിരുന്നോ? പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നല്ല, ഭയങ്കര പ്രായമുണ്ട്. എടാ, ഇത് എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മള് തമ്മിൽ അങ്ങനെ ചോദ്യം ആദ്യം മനസ്സിലാക്കണം. അല്ലല്ല, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, മരണമാസിലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്യാരക്ടറും, നിങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ ക്യാരക്ടറിന് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് നമ്മളോട് തരാനുണ്ടെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും തരിക? സിസ്റ്ററിന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? അരുവി. അരുവിക്ക് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് നമ്മളോട് തരാൻ. അരുവിതാ നിങ്ങളുടെ ചാനലിലോ? അല്ല, പ്രേക്ഷകർക്ക് ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അത് തന്നെ. അത്രേ ഉള്ളോ? പിന്നെന്ത്? അരുവിയുടെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഇന്നത്തെ അങ്ങനെ ഒന്നും ഇല്ല. അത് ഇവർക്കൊക്കെ ഉള്ളൂ. ബേസിലാൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ രീതിയിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അതിപ്പോ മറ്റുള്ളവർക്ക് പുറത്തുനിന്നുള്ളവരുടെ കണ്ണെന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത് ഇച്ചിരി മണ്ടത്തരമായിട്ട് തോന്നുകയാണെങ്കിൽ പോലും നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഇതിലെ ലൂക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പുള്ളി പ്രണയിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. പുള്ളി സാമൂഹിക സേവനം നടത്തുന്നത് ആത്മാർത്ഥമായിട്ടാണ്. പുള്ളി പോലീസ് സ്റ്റേഷൻ OLX വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ മറ്റേ ചോദ്യം. പ്രണയിക്കുന്നതിന് ഇവരെന്ത് ഉദ്ദേശിക്കുന്നു? പ്രണയം മാത്രമല്ല, റിലേഷൻഷിപ്പ്, അച്ഛൻ മകൻ, എല്ലാം റിലേഷൻഷിപ്പാണ്. എല്ലാ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ആളാണ് ലൂക്ക്. ക്രമസമാധാനമില്ലാത്ത ഈ നാട്ടിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ളതാണ് പുള്ളിയുടെ ലോജിക്. അങ്ങനെ പുള്ളി പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് OLX വിൽക്കാനിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരാളാണ് ഈ ലൂക്ക്. അപ്പൊ അതൊക്കെ അതിന് കൃത്യമായിട്ടുള്ള ധാരണയും ആത്മാർത്ഥതയുണ്ട് പുള്ളിക്ക്. പുറത്തുനിന്ന് കാണുമ്പോൾ മണ്ടത്തരായിട്ട് തോന്നുമെങ്കിലും പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ അതൊക്കെ വളരെ. ശരിക്കും ലൂക്കിനെ പോലത്തെ ആളുകളൊക്കെ ഉണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആളുകളെയൊക്കെ? പോലീസ് സ്റ്റേഷന്റെ അടുത്ത് OLX വിൽക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഉണ്ട് അങ്ങനത്തെ അതിന്നൊക്കെ. സുരേഷ് ഏട്ടാ, സുരേഷിന്റെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്. ക്യാരക്ടറിന്റെ പേരെന്താ? ജിക്കു. ജിതിൻ കുമാർ സി. ജിക്കു ഡ്രൈവർ ആണല്ലോ.
ജിതിൻ കുമാർ സി. പെട്ടെന്ന് ജിക്കുവിന്റെ ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ്. ഡ്രൈവറായ സ്ഥിതിക്ക് അയാള് നന്നായി വണ്ടി ഓടിക്കുക, ആത്മാർത്ഥമായിട്ട് വണ്ടി ഓടിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ റോട്ടിൽ നേരെ വണ്ണം വണ്ടി ഓടിച്ച് പോവുക, അതെ റോട്ടിലൊക്കെ അധികം ഓൺ കുറച്ച് മാന്യമായിട്ട് പെരുമാറുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഡ്രൈവറും റോഡിൽ ഇറങ്ങുന്നവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇവിടുത്തെ ക്യാരക്ടർ കുട്ടികളൊക്കെ ഭാവി തലമുറയിലെ പൗരന്മാരാണ്. അപ്പൊ അവരെ നന്നായി വളർത്തുക. അത് മാത്രല്ല, അദ്ദേഹം സീരിയൽ കില്ലറാണ്. അപ്പൊ ഒരു സീരിയൽ കില്ലറിന് എന്താണ് ആത്മാർത്ഥമായിട്ട് കൊല്ലുക, കൊല്ലുന്നവരോട് ബഹുമാനത്തോടെ കൊല്ലുന്നവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് കാര്യം പറഞ്ഞിട്ട് കൊല്ലുക. എന്തിനാണ് കൊല്ലുന്നതെന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ അവരും ശരി എന്നെ കൊന്നോളൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ മരിക്കേണ്ടവനാണെന്ന് അവർക്ക് തോന്നിപ്പിക്കുക, എന്നിട്ട് കൊല്ലുക. അതാണ് ഒരു സീരിയൽ കില്ലർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഗുണപാഠെന്നുള്ള എല്ലാത്തിനും ഒരു മാന്യത വേണം. അതെ അതെ ശരി. കൊല്ലുവാണെങ്കിലും അതിനൊരു അന്തസ് വേണം. ഇവിടെ ജെസ്സി എന്ന എന്റെ ക്യാരക്ടറിന്റെ പേര്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുക, യൂണിറ്റി. അങ്ങനെ ഒരുമിച്ച് നിന്നിട്ടാണ് ഇപ്പൊ ഇവിടെ വരെ എത്തിയത്. ആ പോസ്റ്റർ കണ്ടാലേ അറിയാം എല്ലാവരുടെയും ഒരു കൊലച്ചിരിയാണെന്ന്. അതെ അതെ, ഒരു കാര്യം ഇല്ലാത്തതിനൊന്നും പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ. നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഗ്യാങ്സ്റ്റർ നിക്നെയിം, മരണമാസമായിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ നിക്നെയിം കൊടുക്കുവാണെങ്കിൽ ചേട്ടൻ, സുരേഷ് ചേട്ടൻ എന്ത് നിക്നെയിം കൊടുക്കും? ഗ്യാങ്സ്റ്റർ നിക്നെയിം ഇച്ചിരി പാടായിരിക്കും. വടിവാള് സുര. ചുമ്മാ ഗാങ്സ്റ്റർ അല്ലേ? വടിവാള് സുര. വടിവാള് സുര. അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. സുരേഷ് ചേട്ടാ ബേസിലായിട്ട് ഒരെണ്ണം കൊടുത്താലോ? എന്താ കൊടുക്കാൻ പറ്റുക? എനിക്കറിയില്ല, സ്വയം എന്റെ അടുത്താണോ ചോദിക്കുന്നത്? അല്ല, സുരേഷ് ബേസിലായിട്ട് ഒരു ഗ്യാങ്സ്റ്റർ മരണമാസ് നിക്നെയിം. ബേസിൽ തന്നെ കണ്ടുപിടിച്ച് പറ. ഇഷ്ടമുള്ളടത്തോ? ഗ്യാങ്സ്റ്റർ നെയിം അല്ലേ? ഗ്യാങ്സ്റ്റർ ക്യാരക്ടറിന്റെ ഒരു മൊത്തം ഇതൊക്കെ വെച്ചിട്ട് ഒരു പുള്ളിക്ക് ഒരു ഡ്യൂക്ക് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. സിഗ്മ വെച്ചിട്ട് പേര് വിളിച്ചാലോ? സിഗ്മ അല്ല, രാജേട്ടൻ കൊടുക്കാവോ ബേസിലായിട്ട് ഒരു നിക്നെയിം? ഭയങ്കര ആലോചിക്കാനുള്ള ഒരു സാധനം. ടഫ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന്. എന്നാൽ ഇവിടെ കണ്ടില്ലേ സ്പോട്ടിലാ വന്നത് വടിവാള് റൈഡർ രാജു. റൈഡർ രാജു. ഇവിടെ നിന്ന് പിടിച്ചു പോകാൻ പറ്റും, ഓരോരുത്തർക്കും ഓരോ നിക്നെയിം കൊടുക്കാൻ പറ്റും. ഈ വടിവാള് സുര പോലെ സിജുവിനാണ് അതിനൊക്കെയുള്ള ഒരു കഴിവുള്ളത്. എന്റേത് ഞാൻ ഒരു റൈഡറാണ്. പിന്നെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുത്തനാണ്. സിഗ്മ മെയിലാണ്. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാ എന്ത് പറയുന്നത്? നീ അല്ലേ ഈ സിനിമയുടെ റൈറ്റർ അന്ന് വെച്ചോണ്ട് പേര്. ഇപ്പൊ മറ്റേ സാധനം വരും ഇങ്ങനെ, മറ്റേ ഇത് ഓറയല്ല, മറ്റേ മാത്സിന്റെ മറ്റേ അപ്പൊ സെഗ്മെന്റ് എത്രയായിരുന്നു? ഭയങ്കര ബേസിലായിട്ട് ഈ ഒരു നമ്മുടെ മരണമാസത്തിന്റെ ലുക്ക് കുറെ നാളുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തൊപ്പി വെച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് ഒന്ന് കാണിക്കാമ്പോഴേക്കും മരണമാസം എന്നല്ലേ പറയുന്നത്. ലാസ്റ്റ് മമ്മൂക്ക പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞത് പ്ലാൻഡ് ആയിരുന്നോ? ലൈക് മമ്മൂക്ക പറഞ്ഞ് അങ്ങനെ റിവീൽ ചെയ്യിക്കാം, അതോ നാച്ചുറലി സംഭവിച്ചതല്ല? ഫംഗ്ഷന് പോയപ്പോ പിന്നെ മമ്മൂക്ക പറഞ്ഞ മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ പോയി പറയല്ലേ, മമ്മൂക്ക ഒന്ന് പറയണേ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാല് അന്നേരം അത് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അല്ല ശരിക്കും പറഞ്ഞാലേ അത് അന്നേരം അപ്പോഴേ റിവീൽ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? മീൻസ് കുറച്ചു നാളും കൂടെ നീട്ടിക്കൊണ്ട് പോകാനായിട്ടായിരുന്നോ? അതോ മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് അങ്ങ് റിവീൽ ചെയ്ത് പോയതാണോ? ഒരിക്കലും തുറന്നു കാണിക്കില്ലായിരുന്നു. കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ കുറെ പറഞ്ഞതാ. അത് നമ്മുടെ അമ്മ അസോസിയേഷൻ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് പോയപ്പോൾ ഒരു ക്ലോസ്ഡ് പരിപാടിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാണിക്കുന്നത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സുരേഷ് ചേട്ടൻ ഉണ്ടല്ലോ, മെയിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞു ഇത് പോസ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ അത് കിട്ടിയ ശേഷം ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തപ്പോ അങ്ങനെ ഒരു ഐറ്റം
സെറ്റ് ചെയ്തിട്ട്. ഇതിപ്പോ നമ്മള് ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ചേട്ടൻ ഇങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നാഗ സൈരന്ദ്രയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും എങ്ങനെയാ പെർമിഷൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ? ഇവര് ചെന്ന് കണ്ട് എല്ലാം കണ്ട് എല്ലാം സംസാരിച്ച് എല്ലാം ഒരു ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പി ആയിട്ടാണ്. അല്ല നമ്മൾ അത് മോശമാണല്ലോ, അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അവരുടെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞ മോശം. നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാം സംസാരിച്ചിട്ടാണ്. അല്ല അവര് തന്നെ ഡബ് ചെയ്തു, ഡബിങ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പടം കാണുമ്പോൾ മനസ്സിലാവും, അതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ യൂഷ്വലി ലൈക്ക് ഓൺലൈനിൽ കൂടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന ഒരു അറിവേ ഉള്ളൂ പുള്ളിക്കാരത്തിനെ പറ്റിയിട്ട്. അപ്പം ശരിക്കും പോയിട്ട് മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ? അടിപൊളിയാണ്, ആകെ വൻ അടിപൊളിയാണ്. ഞങ്ങൾ പോയി അത്രയും പേരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര ഫാനായിട്ട് ഇറങ്ങി വന്നത്. കാരണം ഓരോരുത്തരുടെ ഇതിലാണ് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ഡീൽ ചെയ്തതും നമ്മൾ പറഞ്ഞതുപോലൊക്കെ തന്നെ അവർ ചെയ്ത്. നമ്മളും വിചാരിച്ച് അറിയത്തില്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഫോണിൽ കൂടെയുള്ള വിളിച്ചുള്ള ഇതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് പറ്റാവുന്ന രീതിയിലൊക്കെ അവരും നമ്മളോട് സഹകരിച്ചു. ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ഞാന്, ഡയറക്ടർ, പിന്നെ ഓഡിയോയിലുള്ള ആള്, പിന്നെ പ്രൊഡക്ഷനിൽ നിന്നുള്ള ഒരാള്, നമ്മളൊരു 4-5 പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർമൽ നമ്മളിങ്ങനെ പുള്ളിക്കാരത്തിന്റെ കോണ്ടാക്ട് ഫോൺ യൂസ് ഒക്കെ മീൻസ് അങ്ങനെ അല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മെസ്സേജ് അയക്കും, അപ്പൊ അതിന് പ്രോപ്പറായിട്ട് അവര് റിപ്ലൈ തരുമായിരുന്നു. അങ്ങനെ അവർ നായികയോടെ ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസത്തില് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് അതെല്ലാം നമ്മൾ എടുത്തിട്ട് വരുമായിരുന്നു. നമ്മൾ പുറമേ കാണുമ്പോ പോലെയുള്ള ഒരു ക്യാരക്ടറേ അല്ല അല്ലേ? മീൻസ് ഇങ്ങനെ വീഡിയോ അത്ര പേഴ്സണൽ കാര്യമാണല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പെരുമാറണമെന്ന് ആർക്കും നമ്മൾ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്യണ്ടായിരുന്നു. പുള്ളിക്കാരി അങ്ങനെ അതപ്പം ഇതാണ്, അതിപ്പോ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറണമെന്ന് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് ലൈക്ക് നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മാക്സിമം നമ്മൾ അവിടുന്ന് കിട്ടി. അപ്പൊ ഇതില് അതേപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് സ്കൂളിന് സ്റ്റാഫ് റൂമിന് തീ വെച്ചു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ പഠിക്കുമ്പോ ഒക്കെ ഉള്ള ഒരു തവണയെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കും, ഞാൻ ഈ സ്കൂളിന് തീ വെക്കും അല്ലെങ്കിൽ സ്കൂൾ കത്തിക്കും. ഞങ്ങള് പഠിപ്പിച്ചതായിരുന്നു ഇതിന്റെ ഉൾട്ടയാണ്. നമ്മള് മറ്റേതല്ലേ പിന്നെ സ്കൂളിൽ സെന്റ് മേരീസ് റെസിഡൻഷ്യൽ ആ സ്കൂൾ ഇപ്പോഴും ഉണ്ടോ? അല്ല നമ്മള് നേരെ തിരിച്ചല്ലേ, ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ ഇപ്പൊ ഒരു തീവ്രവാദി വന്ന് നമ്മളെ കീഴ്പ്പെടുത്തിയ നമ്മൾ അവനെ തള്ളിയിട്ട് ഇവിടുന്ന് നമ്മളെല്ലാം അതാണ് നമ്മളൊക്കെ ചിന്തിച്ചോണ്ടിരുന്നത്. ഇപ്പൊ സ്കൂളിന് തീ പിടിക്കാൻ നമ്മൾ ഇവരെല്ലാം രക്ഷപ്പെടും, നമ്മൾ ഹീറോ ആവുന്നു. പക്ഷെ നമ്മൾ പടം നേരെ ഉൾട്ടയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ തീടുന്നു എന്നുള്ള രീതിയിലാണ് ബേസിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പോലും വിചാരിച്ചിട്ടില്ലേ സ്കൂളിൽ തീവ്രവാദികളെ ആക്രമിക്കുമ്പോൾ രക്ഷിക്കണം? നമ്മളെപ്പോഴും മറ്റേ ബസ് ഓടിച്ചോണ്ടിരിക്കുമ്പോ ഈ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടുമ്പോ ഞാൻ ഓടിച്ചെന്ന് എല്ലാവരും രക്ഷപ്പെടുത്തുന്നത് പഠിത്തം മാത്രം. എന്തോ പഠിത്തം? ഏത് കോളേജിലാണ് പഠിച്ചേ? കോളേജിന്റെ സ്കൂളിൽ നന്നായി പഠിച്ചോണ്ട് കോളേജിൽ സ്കൂളിൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. 10ാം ക്ലാസ് കഴിഞ്ഞാലല്ലേ കോളേജിലെത്തും. ഒരുപാട് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് നീ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും തോന്നിയപ്പോ അവര് പഠിത്തം നിർത്തി. സുരേഷന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ഡ്രില്ല്. അതായത് ഏറ്റവും ഇഷ്ടമുള്ള. നിങ്ങള് ശരിക്കും പുള്ളി ചേട്ടൻ പഠിച്ചു വരുന്ന ഇതാണ് മറ്റേ ബിരുദമൊക്കെ ഉള്ള. ഞങ്ങള് ചുമ്മാ തമാശക്കാരാണ്. ഏതായിരുന്നു ചേട്ടാ ബിരുദം? ബികോം ഫസ്റ്റ് ക്ലാസ്. പെട്ടെന്ന് അതേ ഓർമ്മ വന്നുള്ളൂ എനിക്ക്. ബിഫാം എന്ന് പറയാൻ പറ്റും, അത് പെട്ടെന്ന് ഉടക്കിയാലോ. അന്ന് ബിഫാം ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പറയും. മറ്റേ സംഭവം അപ്പം ശരിക്കും ഇവരാരെങ്കിലും പറഞ്ഞെടുപ്പിച്ചാണോ എല്ലാവർക്കും 2025 നല്ല വർഷം ആവട്ടെ എന്നുള്ളത്? അതിന്റെ പിന്നിലും സുരേഷയുടെ ന്യൂ ഇയറിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷന് ഞങ്ങളിങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം? അപ്പൊ അതൊന്നും സമ്മതിച്ചില്ല. വെറുതെ ഒരു വിഷ് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തോ. അതിനിടയ്ക്ക് ചിരി വന്നുപോയി. തൊട്ടപ്പുറത്ത് നമ്മളൊരു ബെഡ്റൂം ഉണ്ട്, എന്റെ തൊപ്പി വെച്ചേക്കുന്നത്. ആ തൊപ്പിയും വെച്ചിട്ട് എടുക്കാൻ പോകും. അത് നമ്മളും വിചാരിച്ചില്ല. ഇപ്പൊ കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഇതിന്റെ എല്ലാം തുടക്കം ഇവിടുന്ന്. എന്നിട്ട് സുരേഷ് ചേട്ടന്റെ ഫോട്ടോ ആത്മാർത്ഥമായിട്ടൊരു ന്യൂ ഇയർ വിഷ് കൊടുത്തതാണ്. ആ വിഷിന് പക്ഷെ ഒരു ചിരിയുണ്ട്. ആ ചിരിയെ വിട്ടുപോയത്. ചിരിയിൽ അങ്ങോട്ട് പരിപാടി മാറി. അതേപോലെ നമ്മുടെ പടത്തില് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് പറയുന്നതും സുരേഷ് ചേട്ടനായിരിക്കും. എല്ലാത്തിലും അതിലും ഉണ്ടോ ഒരു ചിരി?
ഇല്ല ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞപ്പോ ചുമ ഉണ്ടായിരിക്കും, ചുമച്ചോണ്ടായിരിക്കും മിക്കവാറും അത് പറയാ. അപ്പൊ ബേസ് ലൈൻ ഇതിനകത്തുള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്ക് പയ്യൻ ലുക്ക് ആയിരുന്നല്ലോ. അപ്പൊ പണ്ടൊക്കെ ഇതേപോലെ മീൻസ് അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണോ ഇത്? ഫേസ്ബുക്ക് ലുക്കാണോ അത്? അല്ലല്ല, ഫേസ്ബുക്ക് ലുക്ക് ഒന്നും അല്ല. അങ്ങനൊന്നുമില്ല. ടിക്ടോക്ക് ആണ്. ടിക്ടോക്ക് അല്ല, അങ്ങനെയുള്ള പയ്യന്മാരുണ്ടല്ലോ മുടി കളർ അടിക്കുക എന്നൊക്കെ പറയുന്നത്. അല്ല, നോർത്തിലൊരു പയ്യനുണ്ടായിരുന്നു, പക്ഷെ അതല്ല എടുത്തേക്കുന്നത്. നോർത്ത് ചില ആൾക്കാർക്ക് അറിയായിരിക്കും. നോർത്തിലൊരു പയ്യനുണ്ട്, അത് പക്ഷെ ഈ കളർ അല്ല, അത് പിങ്ക് ആണ്. അവന്റെ മുടി ഇത്രയുണ്ട് ഇങ്ങനെ വെച്ചിട്ട്, അതിന്റെ കട്ട് ഓൺ ചെയ്തിട്ടുള്ളൊരു വേറൊരു ആ ക്യാരക്ടർ ഒന്നും അല്ല, ആ ഒരു ഹെയർ സ്റ്റൈലിന് മൊത്തത്തിൽ ഇത്തിരി എക്സാജറേറ്റഡ് ക്യാരക്ടറാണ്. അയാളുടെ ഐഡിയോളജീസ് ഒക്കെ കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അയാളുടെ പ്രണയം നേരത്തെ പറഞ്ഞ പോലെ OLXും ഒക്കെ അങ്ങനെയൊക്കെ ഇടുന്ന ഒരുത്തനാണ്. അപ്പൊ നാട്ടുകാർക്ക് തന്നെ ഇവൻ വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുക. അങ്ങനെ ഇവനെ എങ്ങോട്ടെങ്കിലും കയറ്റി അയക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തനാണ്. അപ്പൊ അതുകൊണ്ടാണ് കോസ്റ്റ്യൂംസിലാണെങ്കിലും മുടി ഇവര് പല കളർ മുടി അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിങ്ക്, പർപ്പിള്, പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് 5 കളർ ഒരു പാട്ടിനകത്ത്. ഒരു മറ്റേ തത്തര 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 താര ആ പാട്ടില് മറ്റേ ശോഭനയുടെ സാരിയുടെ കളർ മാറുന്ന പോലെ ഇവര് എന്റെ മുടിയുടെ കളർ മാറാൻ വേണ്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്ലാനൊക്കെ ആയിരുന്നു. മഴവില്ല അഴകിൽ പക്ഷെ എന്താന്ന് വെച്ചാ എന്റെ മുടിയിലാണല്ലോ ഇത് ചെയ്യുന്നത്. യുവന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല. മുടിയിൽ അടിക്കുന്നത് കളർ അടിക്കുമ്പോ കെമിക്കൽസ് ആണല്ലോ മുടിയുടെ ശരിക്കും ഇതൊക്കെ എങ്ങനെ വളർത്തി കളഞ്ഞാണോ അതോ മൊത്തത്തിൽ കളറും എങ്ങനെ കളഞ്ഞത്? ഇത്ര നല്ല ശരിക്കും നല്ല ഇടതൂർന്ന മുടിയായിരുന്നു എന്റേത്. ഇവിടെ ആരംഭത്തിലെ അങ്ങനെ ആ മുടി ഒരു ശല്യമായി മാറിയപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവര് വന്നിട്ട് ഇങ്ങനെ. അപ്പൊ അത് ഒരു പ്രാവശ്യം അടിച്ചു. ഇത് കെമിക്കലാണല്ലോ, മുടി മൊത്തത്തിൽ അതിന്റെ ടെക്സ്ചർ ഒക്കെ പോകും. പിന്നെ ചകിരി പോലെ ഉണ്ടാവും. ഭയങ്കര ഫ്രിസി ആവൂലേ ഈ കളർ അടിക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഒറ്റ കളറിൽ ഒതുക്കി. പിന്നെ നമ്മള് 5 കളർ എന്നൊക്കെ ഉള്ള ആ സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ അപ്പൊ തന്നെ നശിപ്പിച്ചാണ്. മുളയിലേ നുള്ളിക്കളഞ്ഞു. ഒറ്റ കളറിൽ മതി എന്നുള്ള ഇതിലായി. പക്ഷെ പിന്നെ പടം ഒരൊറ്റ നൈറ്റ് നടക്കുന്ന കഥയാ. 5 കളർ അടിക്കാനുള്ള സമയമൊന്നുമില്ല. പ്രശ്നത്തിന്റെ ഇടയിൽ തുടക്കത്തില്. മോളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു ലുക്കൊക്കെ കാണുമ്പോഴത്തേക്ക്? മോളുടെ റിയാക്ഷൻ, ഞാനിത് കളർ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു. ഞെട്ടും, ഇത് ആരാന്ന് ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതെന്താന്നൊക്കെ ഉള്ള റിയാക്ഷനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വിളിച്ചു കഴിഞ്ഞപ്പോ അവള് അപ്പാ എന്തൊക്കെയുണ്ട്, ഒരു മാറ്റവും തോന്നില്ല നിനക്ക്, കണ്ണൊന്നോടെ തുറന്നു നോക്കി, എന്താ എല്ലാം ഒരേപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പിള്ളേരൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, അവർക്ക് പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. തീരെ കുഞ്ഞായതുകൊണ്ട് ചിലപ്പോ കളർ മാറിയത് മനസ്സിലായിട്ടുണ്ടാവില്ല. അഡ്വാൻസ്ഡ് ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അല്ല, സാധാരണ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഈ അച്ഛന്മാരൊക്കെ മീശയൊക്കെ പഠിച്ചിട്ട് വരുമ്പോ തന്നെ പിള്ളേരിങ്ങനെ പേടിച്ച് മാറി ബാക്കിലോട്ട് പോകുന്നത്, മനസ്സിലാവാത്തതും ഒക്കെ. കുറെ റീൽസ് ഒക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ മാറി പോകുന്നത് പെട്ടെന്ന് മനസ്സിലാവാത്തതൊക്കെ. ഞാൻ കരുതി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാസ് റിയാക്ഷൻ വീട്ടിൽ കയറ്റത്തില്ല, ഓരോ ഘട്ടത്തില പോകുന്നത്. നമ്മുടെ സ്വഭാവത്തില് മാറ്റം വരാണ്ടിരുന്നാ മതി, ലുക്കില് മനസ്സിലായിക്കോളൂ. അപ്പൊ നിങ്ങളുടെ ഓവറോൾ ഈ ഒരു ടീമിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഒരു ഏജ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഭയങ്കര ഒരു ജെല്ലായി പോകുന്ന പോലെ തോന്നുന്നു. സുരേഷ് ചേട്ടനൊക്കെ നിങ്ങളുടെ ഒരു ടീമിൽ ഭയങ്കര ജെല്ലാവുന്ന പോലെ. അല്ല, ഏജ് ബാരിയേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മള് കുറച്ചു നേരത്തെ നമുക്ക് മറക്കും. സുരേഷ് ചേട്ടൻ നമ്മളെക്കാളും ഒരുമിച്ച് നമ്മളെല്ലാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ഇതാണ്. മിക്കവാറും ഈ ഗ്രൂപ്പ് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും എല്ലാ സീനിലും നമ്മളെല്ലാരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ, മഴയൊക്കെ ഉള്ളത് കാരണം കുറച്ച് അധികം ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വന്നു. 10-80 ദിവസം. 22 ദിവസം മഴ പെയ്തു. നമ്മുടെ അത്ര ഇല്ലായിരുന്നു. 22 ദിവസം മഴ പെയ്തപ്പോ അതെല്ലാം ഫുൾ എല്ലാ ദിവസവും രാത്രി. പിന്നെ വേറെ ഒന്നും ചെയ്യാനും ഇല്ല. എല്ലാരും അവിടെ ഇരുന്ന് രാവിലെ വരെ നേരം വെളുക്കുന്നവരെ അവിടെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ. ഷൂട്ട് എവിടെയായിരുന്നു കൂടുതലും? എറണാകുളം പരിസരം, ഈ പരിസരത്തൊക്കെ തന്നെ. പിന്നെ കുറച്ച് ഇവിടെ പോയില്ലേ, തൊടുപുഴ അവിടെയൊക്കെ പോയി. അപ്പൊ എന്തായാലും നമ്മുടെ പടം വിഷുവിനല്ലേ റിലീസ് ആവുന്നത്? അപ്പൊ ഓക്കെ, അപ്പം വിഷുവിന് എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ആവുന്നു. അപ്പം എന്തായാലും മരണമാസം ഒരു അടിപൊളി സിനിമയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.